ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്നമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ. ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് 32-ാം ദിവസം യുദ്ധകാണ്ഡത്തിലെ അയോധ്യയിലേക്കുള്ള യാത്ര, ഹനുമത് ഭരത സംവാദം, അയോധ്യാപ്രവേശം, രാജ്യാഭിഷേകം, വാനരാദികൾക്ക് അനുഗ്രഹം, ശ്രീരാമൻ്റെ രാജ്യഭാരഫലം, രാമായണത്തിൻ്റെ ഫലശ്രുതി എന്നീ ഭാഗങ്ങൾ കേൾക്കാം. അതോടൊപ്പം യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗം കൂടിയാണിത്. ഇന്ന് എല്ലാവരും വിഭീഷണൻ്റെ രാജകൊട്ടാരത്തിലാണ്. അഗ്നിദേവനിൽ നിന്നും സീതാദേവിയെ ഏറ്റുവാങ്ങി എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. വിഭീഷണൻ: അങ്ങയുടെ ദാസനായ എന്നെക്കുറിച്ച് അല്പമെങ്കിലും വാത്സല്യമുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങി വിരുന്നൊക്കെ കഴിഞ്ഞ് നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളാമല്ലോ. രാമൻ: എൻ്റെ സോദരൻ ഭരതനും അതുപോലെ ശത്രുഘ്നനും ആ സോദരന്മാർ ആദിയും പൂണ്ട് ഞങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ്. ഞാൻ അവരോടുകൂടി അല്ലാതെ വിരുന്നൊന്നും സ്വീകരിക്കുകയില്ല. മറ്റൊരു രാജ്യത്ത് വാഴുക, ആഹാരം കഴിക്കുക മുതലായവ അവരോടുകൂടി മാത്രമേ ഉള്ളൂ എന്ന് 14 സംവത്സരം തികയുമ്പോൾ അന്ന് എത്തിയില്ലെങ്കിൽ പിറ്റേന്നാൾ അവൻ വന്നിയിൽ ചാടി മരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അയോധ്യയിലെത്താൻ തിടുക്കം കൂട്ടുന്നത്. വിഭീഷണനോട് പറയുകയാണ് വീണ്ടും: നിന്നോട് സ്നേഹമോ വാത്സല്യമോ ഒട്ടും കുറവില്ല. ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഈ മർക്കടവീരന്മാരെയൊക്കെ സൽക്കരിച്ചിടുക. കനിവോടെ അവരെ സൽക്കരിച്ചാൽ, അവരെ തൃപ്തിപ്പെടുത്തിയാൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ തന്നെയാണ്. അവരെ കനിവോടെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലം കൈവരും. വിഭീഷണൻ രാമനെ വണങ്ങുകയാണ്. അയോധ്യയ്ക്ക് പോകാൻ പുഷ്പകവിമാനം ഉണ്ടല്ലോ, അതിൽ പോകാമല്ലോ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് വിഭീഷണൻ പറയുമ്പോൾ രാമൻ പറയുകയാണ്: ശരി, എന്നാൽ നാളെ രാവിലെ പുഷ്പകവിമാനം വരുത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളുക. വിഭീഷണൻ അതിന് പ്രകാരം രാമന് പോകാനായി പിറ്റേ ദിവസം രാവിലെ പുഷ്പകവിമാനം വരുത്തുന്നു. രാമൻ ലക്ഷ്മണനോടും സീതയോടും ചേർന്ന് ആ വിമാനത്തിലേക്ക് കയറുകയാണ്. ശ്രീരാമൻ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ വിഭീഷണനോടും സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരോടും ആദരവോടുകൂടി പറയുകയാണ്: സുഹൃത്തെ, നിങ്ങളുടെ സഹായത്താൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി സാധ്യമായി. നിങ്ങൾക്കാർക്കും ശത്രുക്കളിൽ നിന്നും ഒരുവിധ ഉപദ്രവവും ഇനി മുതൽ ഉണ്ടാവില്ല. സുഗ്രീവ സുഹൃത്തെ, കിഷ്കിന്ധയിൽ ചെന്ന് സുഖമായി വാഴുക. രാക്ഷസേശ്വര വിഭീഷണ, നീയും ബന്ധുക്കളോടുകൂടി ലങ്കയിൽ വാഴുക. ഇങ്ങനെ പറഞ്ഞ രാമനെ അവർ വന്ദിച്ചിട്ട്: ഞങ്ങളും അങ്ങയുടെ കൂടെ അയോധ്യയിലേക്ക് വരാൻ ദയവായി അനുവദിക്കണം. അവിടെ നിന്ന് രാജമാതാക്കളെയും കണ്ട് ആശീർവാദവും വാങ്ങി അഭിഷേകവും കണ്ടതിന് ശേഷം അവരവർക്കുള്ള ഇടങ്ങളിൽ വാഴുവാൻ സമ്മതിച്ചാലേ ഞങ്ങൾക്ക് വ്യസനം തീരൂ. രാമൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു: എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം തന്നെ. മിത്രവിയോഗത്തിൽ നിന്നും മിത്രവിയോഗ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടും. അതുപോലെ തന്നെ വൈകാതെ എല്ലാവരും വിമാനത്തിൽ കയറിയാലും എനിക്കും കൂടെ കയറണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്കോ? നിങ്ങളിലാരെങ്കിലും വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഇനി കയറാത്തവരാണെങ്കിൽ എപ്പോഴെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അവിടെ നിൽക്കട്ടെ. അത് ഇനി ഞാനങ്ങനെ ഒരു ജസ്റ്റ് ജോക്കിന് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വിമാനം കാണുമ്പോൾ കയറണമെന്ന് തോന്നാറുണ്ട് കേട്ടോ. ഇനി വിധിയുണ്ടെങ്കിൽ കയറാം അല്ലേ. എല്ലാവരും, രാമനും വിഭീഷണനും എല്ലാവരും വിമാനത്തിൽ എന്തായാലും കയറി, പുഷ്പക വിമാനത്തിൽ. രാമൻ്റെ ആജ്ഞ അനുസരിച്ച് പുഷ്പകം ഹംസത്തെ പോലെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ്. രാമൻ വിഭീഷണനോടും സുഗ്രീവനോടും സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടെ പുഷ്പക വിമാനം അങ്ങനെ ആകാശത്ത് ശോഭിച്ച് ഇങ്ങനെ പറന്നുയർന്ന് കാണാറായി. ശ്രീരാമചന്ദ്രസ്വാമി ആ സൂര്യബിംബം പോലെ ശോഭിച്ചു. വിമാനത്തിൽ നിന്നും 4 പാടും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ദൂരെ ത്രികൂടാചലോപരി, അതായത് ത്രികൂടാചലത്തിൻ്റെ മുകളിലാണല്ലോ ലങ്ക സ്ഥിതി ചെയ്യുന്നത്. ആ വിശ്വമോഹനമായ ആ ലങ്കാപുരി സീതാദേവിയെ കാണിച്ചു കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് സീതാദേവി അങ്ങനെ മുകളിൽ നിന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നോക്കൂ, ആ പോർക്കളം ചെളിയും അസ്ഥിക്കൂട്ടങ്ങളും നിറഞ്ഞു കിടക്കുന്നത്. അവിടെയാണ് വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടന്നത്. അവിടെയാണ്
അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ അസ്ത്രം അയച്ച് രാവണനെ കൊന്നത്. അവിടെയാണ് രാവണൻ മരിച്ചു വീണത്. അതും നീ കാരണം. അതുമാത്രമല്ല പ്രിയേ, കുംഭകർണനും മകരാക്ഷനും മരിച്ചതും എൻ്റെ അസ്ത്രമേറ്റ് തന്നെയാണ്. ഇന്ദ്രജിത്തും അതികായനും ലക്ഷ്മണൻ്റെ അമ്പേറ്റ് മരിച്ചതും ഇവിടെ തന്നെയാണ്. പിന്നെ മറ്റു രാക്ഷസന്മാരെയൊക്കെ വാനരന്മാർ വധിച്ചതും ഇവിടെ തന്നെയാണ്. നോക്കൂ, ആ സേതു ബന്ധിച്ചിരിക്കുന്നത്. ആ സമുദ്രത്തിന് മുകളിൽ സേതു ബന്ധിക്കാൻ കാരണവും പ്രിയേ നീ തന്നെയാണ്. ഈ സേതുബന്ധം പുണ്യതീർത്ഥമായി മാറും, 3 ലോകങ്ങളാലും പൂജിക്കപ്പെടും. ഇവിടം പഞ്ചപാതകനാശനമാകുന്നു. ഒരു മാത്ര കണ്ടാൽ പോലും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കും. അതിനപ്പുറം നോക്കൂ, അതാണ് രാമേശ്വരം. ആ ഗംഗാധരനെ വണങ്ങൂ പ്രിയേ. എന്നാൽ അതായത് ആ ഗംഗാധരനെ ഞാനാണ് പ്രതിഷ്ഠിച്ചത്. ആ പന്നകഭൂഷണനെ നമസ്കരിക്കൂ. അവിടെ വന്നാണ് ഈ വിഭീഷണൻ എന്നെ ശരണം പ്രാപിച്ചത്. അങ്ങ് മുന്നോട്ട് നോക്കൂ, അതാണ് വാനരരാജൻ സുഗ്രീവൻ്റെ കിഷ്കിന്ധാ നഗരം. ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് സീതാദേവി, കേൾക്കൂ, നമുക്ക് താഴെ ഇറങ്ങി ഈ താരയെയും മറ്റുള്ള വാനരസുന്ദരിമാരെയും കൊണ്ട് അങ്ങ് അവരെയും കൂട്ടിക്കൊണ്ട് പോയിടാം. അവർക്കും അയോധ്യാപുരിവാസികൾക്കും വളരെ സന്തോഷമുണ്ടാകും. ഈ വാനരവീരന്മാരാണെങ്കിൽ അനേകം നാളുകളായി തങ്ങളുടെ പ്രിയ പത്നിമാരെ പിരിഞ്ഞിരിക്കുകയാണല്ലോ, അവർക്കും സന്തോഷമാകും. പിന്നെ ഭർതൃവിയോഗ ദുഃഖം എൻ്റെ അത്ര അനുഭവിച്ചിട്ടുള്ളവർ ഈ 3 ലോകങ്ങളിലും വേറെ ആരിയ്ക്കുന്നു? നമുക്കിവരുടെ ഭാര്യമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകാം. ശ്രീരാമൻ്റെ മനസ്സറിഞ്ഞതുപോലെ പുഷ്പക വിമാനം മന്ദം മന്ദം താഴേക്കിറങ്ങി നിന്നു. ശ്രീരാമൻ വാനരന്മാരോട് പറഞ്ഞു, വാനരവീരരെ, നിങ്ങൾ പോയി സ്വന്തം ഭാര്യമാരെ വരുത്തുവിൻ. അതിൻ പ്രകാരം അവരവരുടെ ഭാര്യമാരെ വരുത്തി എല്ലാവരും തിരികെ വിമാനത്തിൽ കയറുകയാണ്. എല്ലാവരുമായി വിമാനം വീണ്ടും ഉയർന്നു പൊങ്ങുന്നു. പിന്നെ ശ്രീരാമൻ ഇങ്ങനെ ഓരോ കാഴ്ചകൾ സീതാദേവിയെ കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ, നോക്കൂ ദേവി, ആ ഉന്നതമായ ആ ഉയരമുള്ളതാണ് ഋഷ്യമൂകാചലം. അവിടേക്കാണ് ദേവി ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ആഭരണങ്ങൾ എറിഞ്ഞിട്ടത്. അവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത്. അതാ നോക്കൂ, അവിടെ പഞ്ചവടി നാം ഒന്നിച്ച് താമസിച്ചിരുന്ന സ്ഥലം. അവിടെ നോക്കൂ, അഗസ്ത്യാശ്രമവും സുധീഷ്ണാശ്രമവും നമസ്കരിച്ചോളൂ. നാം പണ്ട് താമസിച്ചിരുന്ന ചിത്രകൂടാചലം കണ്ടോ? അവിടെ വെച്ചാണ് ഭരതൻ വന്ന് നമ്മെ കണ്ടത്. അതിനടുത്ത് കാണുന്നത് യമുനാ നദി. ആ യമുനാ നദിയുടെ തീരത്താണ് ആ മനോഹരമായ ഭരദ്വാജാശ്രമം. ആ ഒഴുകുന്നത് ഗംഗാനദിയാണ്. അതിനക്കരെ കാണുന്നതാണ് ശൃംഗിവേരം, ആ ഗുഹൻ്റെ നാട്. പിന്നെ അതിനടുത്ത് ആ സരയൂ നദിക്കപ്പുറം കാണുന്നതാണ് നമ്മുടെ ധന്യമായ അയോധ്യ നഗരം. അപ്പോഴേക്കും വിമാനം ഭരദ്വാജാശ്രമത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു. ശ്രീരാമൻ്റെ മനസ്സറിഞ്ഞതുപോലെ വിമാനം പതുക്കെ താഴേക്കിറങ്ങി നിൽക്കുകയാണ്. രാമൻ ഭരദ്വാജ മുനിയെ വന്നിച്ച് നമസ്കരിച്ചിട്ട് ചോദിക്കുകയാണ്, അയോധ്യയിൽ എല്ലാവർക്കും സൗഖ്യമല്ലേ മുനിശ്രേഷ്ഠ? എൻ്റെ സഹോദരന്മാർക്കും മാതൃജനങ്ങൾക്കും ആചാര്യന്മാർക്കും സൗഖ്യം തന്നെയല്ലേ? ഭരദ്വാജമുനി പറയുന്നു, അയോധ്യയിൽ എല്ലാവർക്കും സൗഖ്യം തന്നെ, ആർക്കും ഒരു വിഷമവും ഇല്ല. ഭരതനും ശത്രുഘ്നനും ദിവസവും ഫലമൂലങ്ങളും ഭക്ഷിച്ച് ജടാവൽക്കലാദികളും ധരിച്ച് സത്യസ്വരൂപനായ നിന്നെയും ഭജിച്ച് സിംഹാസനത്തിൽ നിൻ്റെ പാദുകങ്ങളും വെച്ച് പൂജിച്ച് സമസ്ത കർമ്മങ്ങളും ആ പാദുകങ്ങളിൽ സമർപ്പിച്ച് പുഷ്പാഞ്ജലിയോടെ ഭക്തിയോടെ നിങ്ങളെയും കാത്തിരിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സീതാഹരണവും സുഗ്രീവസഖ്യവും നിഷ്ഠുരന്മാരായ രാക്ഷസക്കൂട്ടങ്ങളെ വധിച്ചതും മാരുതിയുടെ യുദ്ധപരാക്രമവും എല്ലാം ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു. ആദിനാരായണനായ മഹാവിഷ്ണുവിനെ അതായത് ആദിനാരായണനായ മഹാവിഷ്ണുവാണ് അങ്ങെന്നും യോഗമായ ദേവിയാണ് ഈ സീതാദേവിയെന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇന്നിവിടെ തങ്ങി എൻ്റെ ആശ്രമത്തെ പവിത്രമാക്കിയാലും അടുത്ത നാൾ അയോധ്യയ്ക്ക് തിരിക്കാം. രാമൻ അങ്ങനെ വളരെ സന്തോഷകരമായ വാക്കുകൾ കേട്ടിട്ട് അന്ന് അവിടെ ആശ്രമത്തിൽ തങ്ങുകയാണ്. അടുത്തത് ഹനുമൽ ഭരത സംവാദം. അവർ അയോധ്യയിലേക്ക് എത്താറായല്ലോ. ഈ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം ശ്രീരാമൻ ഹനുമാനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ അയോധ്യയിൽ പോയി ഭരതനെ കണ്ട് എല്ലാ വൃത്താന്തങ്ങളും അറിയിക്കണം. അവിടുത്തെ വിവരങ്ങൾ പോകുന്ന വഴി ഗുഹനെയും കണ്ട് ഗുഹനെ ഒറ്റയ്ക്ക് കണ്ട് പറയണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മാരുതി മനുഷ്യരൂപത്തിലാണ് ഗുഹനെ കണ്ട് ശ്രീരാമൻ്റെ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കുന്നു. പിന്നീട് അയോധ്യയിലെത്തി ഭരതനെയും കാണുകയാണ്. ഭരതൻ്റെ ആ ശ്രീരാമഭക്തിയും നിഷ്ഠയും കണ്ടിട്ട്
അതായത് ഫലമൂലങ്ങൾ കഴിച്ച് ജടാവൽക്കലം ധരിച്ച് രത്നസിംഹാസനത്തിൽ ആ ശ്രീരാമപാദകങ്ങൾ വെച്ച് ശ്രീരാമനെ ഭക്തിയോടെ ധ്യാനിച്ച് ശ്രീരാമനാമം എപ്പോഴും ജപിച്ച്, അതായത് ദിവസവും രാത്രിയും പകലും ഇല്ലാതെ ആ ശത്രുഘ്നനോടൊപ്പം ആ ആശ്രമത്തിൽ ഇങ്ങനെ എങ്ങനെയാണോ രാമൻ കാട്ടിൽ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഭരതനും കഴിയുന്നത്. അത് കണ്ടിട്ട് മാരുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ ഭരതനേക്കാൾ ശ്രീരാമഭക്തിയുള്ളവർ ഈ ഭൂലോകത്ത് ഈ 3 ലോകങ്ങളിലും മറ്റാരും കാണില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് വിനീതനായി പറയുകയാണ്, ആ ഭക്തി കണ്ട് അതിലങ്ങനെ സന്തോഷിച്ച് ജ്യേഷ്ഠനെ, അതായത് ജ്യേഷ്ഠനായ ശ്രീരാമസ്വാമിയെക്കുറിച്ച് ആ ഭക്തി ഇതുപോലെ വേറെ ആർക്കും കാണില്ല. അതുകൊണ്ട് ആ ശ്രീരാമസ്വാമിയെ കുറച്ച് നിമിഷങ്ങൾക്കകം ഇപ്പോൾ ഇവിടെ മുമ്പിൽ കാണാവുന്നതാണ്. ലക്ഷ്മണനോടും സീതാദേവിയോടും വിഭീഷണനോടും സുഗ്രീവനോടും മറ്റുള്ള വാനരവീരന്മാരോടും കൂടി, അതുപോലെ അവരുടെ ഭാര്യമാരോടും കൂടി പുഷ്പക വിമാനത്തിൽ അല്പസമയത്തിനകം ഇവിടെ വന്നിറങ്ങുന്നതാണ്. ദേവന്മാരാൽ പോലും അഭിവന്യനായ ആ ശ്രീരാമദേവനെ വന്നിച്ച് ശോകമെല്ലാം അകലക്കളഞ്ഞ് ഇനിയുള്ള കാലം താമസിക്കുക. ഇത് കേട്ടതും ഭരതകുമാരന് ഭയങ്കര സന്തോഷമായി, ആനന്ദമൂർച്ചയിലായി എന്നാണ്. പിന്നീട് എഴുന്നേറ്റ് മാരുതിയെ ഇത് പറഞ്ഞതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. മാരുതിയെ ഗാഠമായി ആലിംഗനം ചെയ്തിട്ട്, അതായത് കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി വീഴുകയാണ്. ആ വാനരവീരൻ്റെ മൂർധാവിൽ വീണ്ടും വീണ്ടും ചുംബിക്കുന്നു. ഭരതൻ പറയുകയാണ്, എനിക്ക് പ്രിയമുള്ള വാക്കുകൾ കേൾപ്പിച്ച ഭവാന് ഞാൻ എന്താണ് സമ്മാനമായി തരേണ്ടത്? എൻ്റെ ശോകം കളഞ്ഞ ഭവാന് മഹാമേരു പർവ്വതത്തോളം, അതായത് ആ മഹാമേരു പർവ്വതത്തോടു കൂടി ലോകം തന്നാലും മതിയാവില്ല, എത്ര വലിയ സമ്മാനം തന്നാലും മതിയാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എങ്കിലും ആ ശ്രീരാമകീർത്തനം, അതുപോലെ തന്നെ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്ന ആ പുണ്യപുരുഷൻ്റെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ. ഇനി അത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വിശദമായി പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഭരതൻ. എങ്ങനെ വാനരന്മാരോട് അതായത് ശ്രീരാമൻ സ്വാമിക്ക് സഖ്യമുണ്ടായി, ആ രാക്ഷസരാജൻ മൈഥിലിയെ മോഷ്ടിച്ചതെങ്ങനെ, അതുപോലെ തന്നെ എന്തെല്ലാം സംഭവിച്ചെന്നിങ്ങനെ ഒന്നൊന്നായി പറയുകയാണ്. എങ്കിലോ കേട്ടാലും എന്ന് പറഞ്ഞ് മാരുതി എല്ലാം പറഞ്ഞു കേൾപ്പിക്കുക. നിങ്ങളെ ചിത്രകൂടാചലത്തിൽ നിന്നും അതായത് നിങ്ങൾ 2 പേരും ചിത്രകൂടാചലത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമുള്ള ഇന്ന് വരെയുള്ള കഥകളെല്ലാം ഒന്നൊഴിയാതെ ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ഭരതനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കുള്ള ഫലശ്രുതിയാണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ ഭക്തിയോടെ പഠിച്ചാൽ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. അതുപോലെ തന്നെ എല്ലാ ചരിത്രവും ആ ഭരതനോടും പറയുകയാണ്. ശത്രുഘ്നനും മറ്റു മന്ത്രിമാരും മിത്രങ്ങളും എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത അയോധ്യ പ്രവേശമാണ്. ഭരതൻ ശത്രുഘ്നനോട് ഇങ്ങനെ ചെയ്യേണ്ടതായ, അതായത് ജ്യേഷ്ഠൻ വർഷങ്ങൾക്ക് ശേഷം വരികയാണല്ലോ, അതുപോലെ തന്നെ രാജ്യഭാരം ഏറ്റെടുക്കും. അപ്പോൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഏർപ്പാടൊക്കെയാണ്. അത് എന്തെല്ലാമാണെന്ന് വിസ്തരിച്ച് പറയുകയാണ്. ഇനി രാജ്യമെല്ലാം അലങ്കരിക്കണം, ക്ഷേത്രങ്ങൾ തോറും ബലിപൂജകൾ നടത്തണം, അത്യധികം ആസ്ഥയോടെ ദീപങ്ങളാൽ അലങ്കരിക്കണം, സൂതന്മാർ, വൈതാളികന്മാർ, സ്തുതിപാഠകന്മാർ എല്ലാവരെയും വരുത്തണം, പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കണം, വാദ്യഘോഷങ്ങളോടുകൂടി ചതുരംഗപ്പടയെ നിരത്തി നിർത്തണം, രാജ്ഞിമാർ, മന്ത്രിമാർ, ശ്രേഷ്ഠരായ മുനിമാർ, അതുപോലെ തന്നെ പുരോഹിതർ, അതുപോലെ സുന്ദരിമാരായ നാരീമണികൾ സർവാലങ്കാര വിഭൂഷിതരായിട്ട് ഇങ്ങനെ താലവൃന്ദങ്ങളൊക്കെ എടുത്ത് എല്ലാവരും സർവാലങ്കാര വിഭൂഷിതരായി നിരന്നു നിൽക്കണം. മാർഗങ്ങളെല്ലാം അടിച്ചു തെളിച്ച് കൊടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കി ചമയ്ക്കണം. പൂർണ്ണ കുംഭങ്ങളോടെ ധൂപദീപാദികളോടെ അവരെ വരവേൽക്കാനായി ആ ഗോപുരദ്വാരത്തിൽ തന്നെ തയ്യാറായി നിൽക്കണം എല്ലാവരും. ആബാലവൃദ്ധം ജനങ്ങളും ആ ഭൂപതിമാരും ഭൂസുരന്മാരും താപസ ശ്രേഷ്ഠന്മാരും ശ്രീരാമനെ സ്വീകരിക്കാനായി ഇങ്ങനെ എല്ലാവരും കാത്തു നിൽക്കണം സ്വീകരിക്കാൻ എന്ന് പറയുകയാണ്. ശത്രുഘ്നൻ ഭരതൻ പറഞ്ഞതിന് പ്രകാരം എല്ലാം ഒരുക്കി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീരാമദേവനെ കാണാനായി എല്ലാ പൗരജനങ്ങളും ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ പൗരജനങ്ങളാൽ അയോധ്യ ഇങ്ങനെ കാണപ്പെടുകയാണ്. അതായത് 100,000 ആനകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത്ര തന്നെ തേരുകൾ, കുതിരകൾ, അതുപോലെ തന്നെ 500,000 കാലാൾപ്പടകൾ, അതുപോലെ രാജനാരീജനം പല്ലക്കുകളിൽ രാജകുമാരന്മാരെ കാണാൻ ഇങ്ങനെ വന്ന് ഉഴറി നിന്നു. പാതുകങ്ങൾ തലയിൽ വെച്ച് ശത്രുഘ്നനോടൊപ്പം ഭരതനും അങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങ് ദൂരെ ബ്രഹ്മാവിനാൽ നിർമ്മിതമായ പുഷ്പക വിമാനം ഇങ്ങനെ കാണപ്പെടുകയാണ്. എല്ലാവരും ഇങ്ങനെ നിർനിമേഷരായി ഇങ്ങനെ
കാത്തു നിൽക്കുകയാണ്. ആ വിമാനത്തിനകത്ത് പരമാനന്ദ സ്വരൂപനായ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ കാണാൻ തുടങ്ങി. എല്ലാവരും താഴെ ഇറങ്ങി, അതായത് ആനപ്പുറത്ത്, കുതിരപ്പുറത്ത്, തേരിലൊക്കെ ഉണ്ടായിരുന്നവർ താഴെ ഇറങ്ങി നിന്ന് ശ്രീരാമചന്ദ്രനെ വന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ആ വിമാനത്തിൽ ശ്രീരാമനെ ഇങ്ങനെ ഭരതൻ കണ്ടു കഴിഞ്ഞ് മേരുപർവ്വതത്തിന് മുകളിൽ പ്രകാശിക്കുന്ന സൂര്യബിംബം കാണായതുപോലെ വണങ്ങുന്നു. എന്നിട്ട് വിമാനം പതുക്കെ താഴ്ന്നു വന്നു. വേഗം രണ്ടുപേരെയും ആ വിമാനത്തിലേക്ക് കയറ്റുകയാണ്, ശത്രുഘ്നനെയും ഭരതനെയും. അവരാദ്യം ആ ഭരതൻ താമസിക്കുന്ന ആശ്രമത്തിലേക്കാണ് പോകുന്നത്. നന്ദിഗ്രാമത്തിൽ വിമാനത്തിൽ പിടിച്ചു കയറ്റിയ ആ സഹോദരന്മാർ അന്യോന്യം ആലിംഗനം ചെയ്യുന്നു. അത് 14 വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണുകയാണല്ലോ. സന്തോഷം കൊണ്ട് ധാരധാരയായി കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമനാണെങ്കിൽ അനുജന്മാരെ തഴുകി തലോടി. അങ്ങനെ ശത്രുഘ്നൻ, അതുപോലെ തന്നെ ഭരതൻ, ലക്ഷ്മണൻ എല്ലാവരും പരസ്പരം അഭിവാദ്യം ചെയ്ത് വണങ്ങി കെട്ടിപ്പിടിക്കുന്നു. അവർ രണ്ടുപേർക്കും ജ്യേഷ്ഠത്തിയായ രണ്ടുപേരും സീതാദേവിയെയും വന്ദിച്ച് നമസ്കരിക്കുന്നു. ഇങ്ങനെ മാരുതി കൂടെയുള്ള വാനരവീരന്മാരെ എല്ലാം ഭരതന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഭരതൻ അവരെയും ഇങ്ങനെ സസന്തോഷം ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. കാരണം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് വാനരവീരന്മാരാണല്ലോ. അപ്പോൾ പിന്നെ തന്നെയല്ല അവർ ദേവാംശങ്ങളാണല്ലോ വാനരവീരന്മാർ. അപ്പോൾ വാനരന്മാരെല്ലാവരും മനുഷ്യവേഷത്തിലാണ് ഇപ്പോൾ. സുഗ്രീവനെ പുണർന്നിട്ട് ഭരതൻ പറയുന്നു, നിശ്ചയമായും ഭവാന്റെ സഹായം ഒന്നുകൊണ്ടാണ് ആ രാക്ഷസാധമനെ വധിക്കാൻ ജ്യേഷ്ഠന് സാധിച്ചത്. ദശരഥ രാജാവിന് ഇത്ര നാളും 4 ഞങ്ങൾ മക്കൾ. ഇനി മുതൽ അതായത് ഞങ്ങൾക്കിനി മുതൽ 5ാമനായ സഹോദരനായിരിക്കും ഭവാൻ എന്ന് പറഞ്ഞ് സുഗ്രീവനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. രാമൻ കൗസല്യയുടെ പാദം ഭക്തിയോടെ നമസ്കരിച്ചപ്പോൾ മാതാവിൻ്റെ സ്തനങ്ങൾ ചുരന്നു. മറ്റുള്ള അമ്മമാരെയും വന്ദിച്ച് നമസ്കരിക്കുന്നു. സീത, മറ്റു വാനര സ്ത്രീകൾ എല്ലാവരും ഈ സീതയോടുകൂടി മാതൃജനത്തെ വന്ദിച്ച് നമസ്കരിച്ച് ആശീർവാദം വാങ്ങുകയാണ്. ഭരതൻ ശ്രീരാമൻ്റെ പാതാരവിന്ദങ്ങളിൽ ആ പാദകങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഭൂമിയിൽ വീണ്ടും സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്നിട്ടിങ്ങനെ പറഞ്ഞു, മുമ്പ് അങ്ങയാൽ എന്നിൽ സമർപ്പിതമായിരുന്ന ആ രാജ്യം ഞാനിത് അങ്ങയെ തിരിച്ചേൽപ്പിക്കുന്നു. എൻ്റെ കർമ്മങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ജന്മവും ഇന്ന് സഫലമായിരിക്കുന്നു. ഞാൻ ധന്യനായിരിക്കുന്നു. രാജ്യഭണ്ഡാരങ്ങൾ പണ്ടത്തേക്കാൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. ആന, തേര്, കുതിര, കാലാൾ എന്നിവയും മുമ്പത്തേക്കാൾ 10 മടങ്ങായിട്ടുണ്ട്. അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ ഇത്രകാലം ഈ രാജ്യം പരിപാലിച്ചു. ഇനി ഭവാനാൽ ഈ രാജ്യവും ഞങ്ങളെയും ഈ ഭുവനത്തെയും ഉപേക്ഷിക്കുക എന്നത് അസാധ്യമാണ്. അതിനാൽ അങ്ങ് ഇനിമേൽ പരിപാലിച്ചാലും കാരുണ്യവാരിധേ, ഞങ്ങൾക്ക് മറ്റൊരാലംബനമില്ലല്ലോ. ശ്രീരാമചന്ദ്രസ്വാമി ശരണം. ഇനി അടുത്തത് രാജ്യാഭിഷേകമാണ്. ഭരതൻ്റെ വാക്കുകൾ കേട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭരതനെ വാഴ്ത്തുകയാണ്. ഇങ്ങനെ ശ്രീരാമനെ അത്രമാത്രം ആശ്രയിച്ച് ഭക്തിയോടെ ആ ജ്യേഷ്ഠൻ എന്നുള്ള ആ കടമ, സ്നേഹം എല്ലാം, അതുകൊണ്ട് എല്ലാവരും വാഴ്ത്തുകയാണ്. ശ്രീരാമൻ അയോധ്യയിൽ ഭരതൻ്റെ ആശ്രമത്തിന് സമീപം ചെന്ന് വിമാനത്തിൽ നിന്നിറങ്ങുന്നു. വിമാനത്തെ വന്ദിച്ച് നമസ്കരിച്ചിട്ട് വിമാനത്തിനോട് പറയുകയാണ്, ഇനിയും വൈശ്രവണൻ്റെ സമീപത്തേക്ക് തന്നെ മടങ്ങിപ്പോയി വൈശ്രവണനെ തന്നെ സേവിക്കുക. എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ സ്മരിക്കുന്നതാണ്. അപ്പോൾ മാത്രം വന്നാൽ മതിയാകും. നിന്നെ ആരും എതിർക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വിമാനം പതുക്കെ ഉയർന്ന് അളകാപുരി ലക്ഷ്യമാക്കി ആ ലങ്കാപുരിയിലേക്ക് പോവുകയാണ്. ഇതിനിടെ കുലഗുരു വസിഷ്ഠൻ, മറ്റു മഹർഷിമാർ എല്ലാവരും ഇങ്ങനെ വന്നിച്ച് നമസ്കരിക്കുന്നു, ആശീർവദിച്ച് ശ്രീരാമനെ പ്രത്യേകം തയ്യാറാക്കിയ മഹാസനത്തിലിരുത്തുന്നു. എല്ലാവരും ചേർന്ന് പറയുകയാണ്, ഇനി ഈ അയോധ്യ പരിപാലിക്കേണ്ടത് അവിടുത്തെ ധർമ്മമാണ്. അതുകൊണ്ട് രാജാവായി ഇനി രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. വേഗം രാമൻ പറഞ്ഞു, എനിക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള മനസ്താപവും ഉണ്ടാകേണ്ട. ഞാൻ അയോധ്യാധിപതിയായിരിക്കുന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാലും എന്ന് പറഞ്ഞു. ഇങ്ങനെ അതിൻ പ്രകാരം അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ശത്രുഘ്നൻ അതുപോലെ ക്ഷുരകന്മാരെ വരുത്തി, അതായത് മുടി വെട്ടുന്നവരെ വരുത്തി, താടിയും മുടിയും ഒക്കെ, ലക്ഷ്മണനും എല്ലാവരും താടിയും മുടിയും വളർത്തിയാണല്ലോ ഇരിക്കുന്നത്, അതൊക്കെ വെട്ടി മാറ്റാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നു. അനന്തരം കുളിച്ച് ദിവ്യ പട്ടാമ്പരങ്ങളൊക്കെ അണിഞ്ഞ് ദിവ്യ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അലങ്കരിക്കപ്പെട്ട്, അതുപോലെ തന്നെ സീതാദേവിയെ
രാജനാരീജനങ്ങൾ, അവിടെ പരിചാരകരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇഷ്ടംപോലെ. ഏതായാലും വനത്തിൽ നിന്ന് ഇപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് വന്നില്ല, അപ്രകാരം അങ്ങനെ അണിയിച്ചൊരുക്കി വലിയ സുന്ദരിയാക്കി വെച്ചിരിക്കുകയാണ്. കൗസല്യയാണെങ്കിൽ വാനര സ്ത്രീകൾക്കും അലങ്കാരങ്ങളൊക്കെ സമ്മാനിക്കുന്നു, അവരെയും അലങ്കരിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ സുമന്ത്രർ ആ സമയം രഥം അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ് ശ്രീരാമന് കയറാനായിട്ടും മറ്റുള്ളവർക്കും. ശ്രീരാമൻ രാജകീയമായി ആ ഒരു ആദ്യം കൊണ്ടുവന്ന വലിയ തേരിൽ തന്നെ കയറുന്നു. സുഗ്രീവൻ, വിഭീഷണൻ, അങ്കദൻ, മാരുതി ഇവരിങ്ങനെ വിശേഷപ്പെട്ട അലങ്കാരങ്ങളോടെ പ്രത്യേകം തയ്യാറാക്കിയ അലങ്കരിച്ച ആന, കുതിര, രഥം എന്നിവയിലിങ്ങനെ ശ്രീരാമൻ അകമ്പടി സേവിച്ച് പോവുകയാണ്. സീതയും സുഗ്രീവ പത്നിയും മറ്റ് വാനര സ്ത്രീകളും അപ്രകാരം തന്നെ മറ്റ് സുന്ദരികളാൽ ഇങ്ങനെ പരിവൃതരായി അകമ്പടി സേവിക്കപ്പെട്ട് വാഹനങ്ങളിൽ പിമ്പെ അങ്ങനെ പോവുകയാണ് ഒന്നൊന്നായി. ഭരതൻ സാരഥിയായി തേര് തെളിച്ചപ്പോൾ ശത്രുഘ്നൻ വെഞ്ചാമരം വീശി അവരെ അകമ്പടി സേവിക്കുകയാണ്. വാദ്യഘോഷങ്ങളോടെ ആ മനുഷ്യരൂപത്തിലുള്ള വാനരന്മാർ 10,000-ഓളം, അത്രയും തന്നെ ആനപ്പുറത്ത്, പിന്നെ അത്രയും തന്നെ മറ്റുള്ള ജനങ്ങളുമായി ഇങ്ങനെ കണ്ണിന് കൗതുകമാണ് ആ കാഴ്ച. പുണ്യപുരുഷനായ ശ്രീരാമൻ ഈ വണ്ണം ഇങ്ങനെ എല്ലാവരാലും ഇങ്ങനെ അനുഗമിക്കപ്പെട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ സ്ത്രീജനങ്ങൾ തങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം മറന്ന് അങ്ങനെ കാത്തു നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടന്ന് ശ്രീരാമനും മറ്റുള്ളവരും ദശരഥൻ്റെ വാസസ്ഥലമായിരുന്ന ആ രാജമന്ദിരത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ എത്തിച്ചേർന്നു. ആദ്യം കൗസല്യയുടെയും അനന്തരം മറ്റ് 2 അമ്മമാരുടെയും പാദങ്ങൾ വന്നിച്ച് ആശീർവാദം വാങ്ങുന്നു. കൗസല്യ മാതാവ്, സുഗ്രീവൻ, അങ്കദൻ, വിഭീഷണൻ, മറ്റ് വാനരന്മാർ ഇവരെല്ലാവരും ഇപ്പം അതിഥികളായി വന്നിരിക്കുകയല്ലേ, എല്ലാവർക്കും സസുഖം താമസിക്കാനായി പ്രത്യേകം വാസസ്ഥലം ഏർപ്പാടാക്കുവാനായിട്ട് ഭരതനോട് പറയുന്നു. ഭരതൻ അങ്ങനെ തന്നെയെന്ന് മാതാവ് പറഞ്ഞതിന് അനുസരിക്കുകയാണ്. ഭരതൻ സുഗ്രീവനോട് പറയുകയാണ്, ശ്രീരാമസ്വാമിക്ക് അഭിഷേകകർമ്മം അങ്ങ് വേണം നടത്താൻ. ഇങ്ങനെ സുഗ്രീവനോട് ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ ആ ഭരതൻ്റെ നിർദ്ദേശപ്രകാരം അങ്കദൻ, മാരുതി, ജാമ്പവാൻ, സുഷേണൻ ഇങ്ങനെ ഇവർ 4 പേരും 4 സമുദ്രങ്ങളിൽ നിന്നായിട്ട് അഭിഷേകത്തിനുള്ള ജലമൊക്കെ സംഭരിച്ച് അതും സ്വർണ്ണ കലശങ്ങളിലാക്കി ചന്ദനമരത്തിൻ്റെ ഇലകൾ കൊണ്ട് ഇങ്ങനെ അടച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മറ്റു വസ്തുക്കളൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് ശേഖരിക്കുന്നു. ശത്രുഘ്നനും മറ്റു മുനിമാരും താപശ്രേഷ്ഠന്മാരും ചേർന്ന് ആ പൂജയ്ക്കുള്ള വസ്തുക്കളൊക്കെ ഒരുക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയെ രത്നസിംഹാസനത്തിലിരുത്തിയിട്ട് സീതാദേവിയെ ഇടതുവശത്താക്കി ഇരുത്തുന്നു. മുനിശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും യഥാവിധി പൂജകളും ഹോമാദികളും എല്ലാം നടത്തി അഭിഷേകകർമ്മം നടത്താൻ തുടങ്ങിയാണ്. അപ്പം പുരോഹിതന്മാരും മുനിമാരും പുരോഹിതന്മാരും 1008 സുവർണ കലശങ്ങളിൽ ആയിട്ട് നിറച്ചു വച്ചിരിക്കുന്ന ആ ജലം ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അഭിഷേകം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിഭീഷണനും മാരുതിയും രത്ന ചാമരമാണ് വീശുന്നത്, രത്നം പതിച്ച പിടിയുള്ള ചാമരങ്ങൾ. ശത്രുഘ്നൻ കുട പിടിച്ചിരിക്കുന്നു. ക്ഷത്രിയരായ വീരന്മാർ മറ്റു ഉപചാരങ്ങൾ ചെയ്യുന്നു. ദേവന്മാരും ഉപദേവന്മാരും ഗന്ധർവയക്ഷ കിന്നരന്മാരും ആകാശദേശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തി സ്തുതിക്കുകയാണ്. ദേവേന്ദ്രൻ വായുദേവൻ്റെ കയ്യിൽ ഒരു രത്നഹാരമാണ് ശ്രീരാമസ്വാമിക്ക് സമ്മാനിക്കാനായി കൊടുത്തയച്ചത്. അതായത് വിലമതിക്കാനാവാത്ത, വേറെ ആർക്കുമില്ലാത്ത രത്നഹാരം. സർവരും ലോകലോകേശ്വരനായ ശ്രീരാമസ്വാമിയെ ഭജിക്കുകയാണ്. ആദ്യം എല്ലാ ദേവന്മാരും കൂടി ഇങ്ങനെ സ്തുതിക്കുന്നു. പിന്നീട് ഓരോരുത്തരായിട്ട് യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, ഉരകങ്ങൾ, അങ്ങനെ എല്ലാവരും അവരവരുടെ സ്തുതികളാണ്. പേജ് 438ഉം 439ഉം ആണ്. 40 വരെ അത് തുടർന്ന് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമ. അതായത് വിദ്വജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരായവർക്ക്, പരമാത്മജ്ഞാനമുള്ളവർക്ക് പോലും തിരിയാത്ത പരമാത്മസ്വരൂപമാണ്. അങ്ങനെയുള്ള അങ്ങയെ നമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരം എല്ലാവരും സ്തുതിച്ചു വന്നിച്ചതിന് ശേഷം താപത്രയവും അകന്ന് സന്തുഷ്ടരായി വസിച്ചു. ത്രൈലോക്യവാസികൾ ആ ഭഗവത് പദാംബുജങ്ങൾ ഭാവനയിൽ മനസ്സിൽ ധ്യാനിച്ചിട്ട് സേവിച്ചു കൊണ്ടിരുന്നു. ധ്യാനിക്കുന്നവർക്ക് അഭീഷ്ടവരപ്രദായകനായ ആ പരമാനന്ദമൂർത്തിയെ കണ്ട് ആനന്ദത്തോടെ ഇരുന്നു. ഇനി വാനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുന്നതാണ്. ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ അയോധ്യാപുരിയിലെ രാജാവാണ്. അഭിഷേകമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അവിടെ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്.
അതായത് ഭൂമി വളരെയധികം സസ്യസമ്പൂർണമായി ഹരിതാഭം നിറഞ്ഞു എല്ലാം നന്നായി തഴച്ചു വളരാൻ തുടങ്ങി. ഗ്രഹങ്ങളിലെല്ലാം അതായത് എന്നും ഉത്സവാന്തരീക്ഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃക്ഷങ്ങളിലാണെങ്കിലോ മധുരവും സ്വാദുമുള്ള ഫലങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ചെടികളിലെല്ലാം അതായത് സുഗന്ധമുള്ള പൂക്കളേ ഉള്ളൂ. ദുർഗന്ധമുള്ളവയെല്ലാം സുഗന്ധമുള്ളവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീരാമൻ കുതിരകൾ, പശുക്കൾ മുതലായവയൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതുപോരാഞ്ഞിട്ട് 30 കോടി ഭാരം സ്വർണവും ദാനം ചെയ്തു എന്നാണ് ബ്രാഹ്മണർക്കായിട്ട്. ആ ശ്രീരാമചന്ദ്രസ്വാമി ഇങ്ങനെ വാരിക്കോരി എല്ലാവർക്കും കൊടുക്കുകയാണ്. വസ്ത്രങ്ങൾ, മാലകൾ, മറ്റ് ആഭരണങ്ങൾ എന്നിവയെല്ലാം വാനരശ്രേഷ്ഠന്മാർക്കും സുഗ്രീവനും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അനുപമമായ വളരെയധികം മൂല്യമുള്ള ഒരു രത്നഹാരമായിരുന്നു സുഗ്രീവന് കൊടുത്തത്. അപ്രകാരം തന്നെ അംഗദനും നൽകുന്നു. സീതാദേവിക്കും വിലമതിക്കാനാവാത്ത ഒരു ഹാരം ശ്രീരാമൻ കഴുത്തിലിട്ട് കൊടുത്തു. അതായത് ലോകത്രയവും മേരുപർവ്വതവും കൊടുത്താലും അതിൻ്റെ വിലയാവില്ല, അത്രയ്ക്ക് അമൂല്യമാണ് ആ മാല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീതാദേവി ആ മാല കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്നത് ശ്രീരാമൻ്റെ മുഖവും മാരുതിയുടെ മുഖവും കാണാം. പിന്നെ മധ്യത്തിൽ മാലയിലെ മണികളും കാണുന്നുണ്ട്. ശ്രീരാമൻ അപ്പോൾ പറഞ്ഞു, ഇവിടെയുള്ളവരിൽ ആരെയാണോ ദേവിക്ക് ഏറെ ഇഷ്ടം അവനെ ഈ മാല സമ്മാനിച്ചോളൂ എന്ന്. ദേവി പതുക്കെ ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് ഈ മാല സമ്മാനിക്കുകയാണ്. മാലയോടുകൂടി ആ വിളങ്ങുന്ന പരമാനന്ദത്തോടെ നിന്ന മാരുതിയോട് വീണ്ടും വേണ്ടതായ വരങ്ങളെ ചോദിച്ചുകൊള്ളൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു. വേഗം ഹനുമാൻ ഇതാണ് ആവശ്യപ്പെട്ടത്. സ്വാമിൻ പ്രഭോ, നിന്തിരുവടിയുടെ നാമവും ചരിത്രവും, അതായത് മനോഹരമായ ചരിത്രവും ഉള്ള നാൾ വരെ ഭൂമിയിൽ വാഴാൻ എന്നെ അനുഗ്രഹിക്കണമേ. രാവും പകലും രാമനാമം കേൾക്കുമാറാകണമേ. രാമനാമ ജപത്തിലും ശ്രവണത്തിലും സ്മരണത്തിലും എനിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല പ്രഭോ. ഇങ്ങനെ സ്വാമി അനുഗ്രഹിക്കുകയാണ്. ജാനകീദേവിയും മാരുതിയെ അനുഗ്രഹിക്കുന്നു. മാരുതി ആനന്ദ ബാഷ്പം തൂക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചിട്ട് ശ്രീരാമ പാദാംബുജങ്ങൾ ധ്യാനിച്ച് തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അനന്തരം ഗുഹനെ വിളിച്ച് ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ട്, മിത്രമേ, ഭവാൻ ശൃംഗിവേരത്തിലേക്ക് പുറപ്പെട്ടാലും എൻ്റെ കഥകളും സ്മരിച്ച് സകല സുഖങ്ങളോടും കൂടി വാഴുക. പിന്നീട് എന്നിൽ സാരൂപ്യമടയുക. ദിവ്യാംബരങ്ങളും ആഭരണങ്ങളും എല്ലാം നൽകി അവ്യാജ ഭക്തനെ എന്ന് പറഞ്ഞാൽ ശുദ്ധ ഭക്തനാണ്, ഒരു കളങ്കവുമില്ലാത്ത യാത്രയാക്കുകയാണ് ഗുഹനെ. മിത്രത്തെ പിരിഞ്ഞ് ദുഃഖത്തോടെ ശൃംഗിവേരത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പോയി സുഖമായി ഗുഹനും താമസിക്കുന്നു. അതുപോലെ സുഗ്രീവൻ, അംഗദൻ, സുഷേണൻ, മറ്റു വാനരന്മാർ എല്ലാവർക്കും അമൂല്യങ്ങളായ സമ്മാനങ്ങൾ നൽകി യാത്രയയക്കുകയാണ്. സീതയുടെ പിതാവായ ജനകനും വിശേഷപ്പെട്ട സമ്മാനങ്ങൾ സീതാദേവിയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയാണ്. അങ്ങനെ വിദേഹ രാജ്യത്തേക്ക് അദ്ദേഹത്തെയും യാത്ര അയക്കുന്നു. ഇപ്രകാരം എല്ലാവരെയും സമ്മാനങ്ങൾ നൽകി യാത്ര അയച്ചു. വിഭീഷണനോടുള്ള യാത്ര പറയൽ അത്യന്തം ഹൃദയസ്പർശിയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു ശ്രീരാമൻ, മിത്രമായി നീ തുണച്ചതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും, അതായത് ശത്രുക്കളെ നിഗ്രഹിക്കാനും എല്ലാം സാധ്യമായത്. ആചന്ദ്രതാരകം, അതായത് ഭൂമിയിൽ ചന്ദ്രനും താരങ്ങളും ഉള്ള കാലം വരെ, അതായത് സൂര്യനും ചന്ദ്രനും താരങ്ങളും നക്ഷത്രങ്ങളും ഉള്ള കാലം വരെ ലങ്കയിൽ വാഴുക, എന്നെ മറന്നു പോകാതെ സ്മരിച്ചുകൊണ്ടിരിക്കുക, എന്നും വിഷ്ണുവിനെ പൂജിച്ച് വിഷ്ണു പരായണനായി വാഴുക, മുക്തനായി വാഴുക. അനവധി ഉപഹാരങ്ങളോടെ ആ യാത്ര അയച്ചപ്പോൾ പിന്നെയും ആലിംഗനം ചെയ്ത് കണ്ണുനീർ വാർത്ത് ഗദ്ഗത കണ്ഠത്തോടെയാണ് വിഭീഷണൻ വിട പറഞ്ഞത്. അനന്തരം ലങ്കയിൽ ചെന്ന് വിഭീഷണനും സുഖമായി രാജ്യഭാരമൊക്കെ നടത്തി സുഖമായി വാണു. ഈ ശ്രീരാമൻ്റെ ഈ ഒരു രാജ്യഭാരഫലമാണ്, അതായത് രാജ്യം ഭരിച്ചപ്പോഴുള്ള അനന്തരഫലങ്ങൾ, രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ. സീതാദേവിയോടുകൂടി സകല രാജകീയ സുഖങ്ങളോടും കൂടി അശ്വമേധയാഗം നടത്തി കീർത്തി വർദ്ധിപ്പിച്ച് പ്രജകൾക്കെല്ലാം സൗഖ്യം ഉറപ്പുവരുത്തി പരിപാലിച്ചു വന്നു. ഇങ്ങനെ അപ്പോൾ പ്രജകൾക്കിടയിൽ സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖമില്ല, അതായത് ആ കാലത്തിലൊന്നും ആരും അങ്ങനെ മരിച്ചു പോകുന്നില്ല. ആർക്കും വ്യാധികളൊന്നും തന്നെ ഇല്ല, കള്ളന്മാരെ ഭയക്കേണ്ടതില്ല, ബാലമരണങ്ങളില്ല. വേണ്ടതായ സമയത്ത് മഴ പെയ്യുന്നു, എല്ലാം സമൃദ്ധിയായി വളരുന്നു, എല്ലാവരും അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. ഒന്നിനും ഒരു കുറവുമില്ല ഒരിടത്തും. എല്ലാവരും നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പരദാരങ്ങളെയോ, അതുപോലെ പരദാരങ്ങൾ എന്ന് പറഞ്ഞാൽ പരപുരുഷ ഭാര്യമാരെ, അതുപോലെ
പരദ്രവ്യത്തെയോ ആരും ആഗ്രഹിക്കാറില്ല. എല്ലാവരും ഇന്ദ്രിയ നിഗ്രഹം നേടിയവരായിരുന്നു. പരസ്പരം ആരും ആരെയും നിന്ദിക്കാറില്ല. പിതാവ് സ്വന്തം പുത്രന്മാരെ എങ്ങനെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു, അതുപോലെ തന്നെ ശ്രീരാമസ്വാമി തൻ്റെ പ്രജകളെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്നു. ആ സാകേതവാസികൾക്ക്, ആ അയോധ്യാവാസികൾക്ക് ഇതിൽ പരം എന്ത് സുഖമാണ് വേണ്ടത്? എല്ലാവരും സ്വാമിയോടുകൂടി വൈകുണ്ഠത്തിൽ വസിക്കും പോലെ അവിടെ ശ്രീരാമസ്വാമിയോടുകൂടി വസിച്ചു. സ്വാമിയോടൊപ്പം ജഗദീശ്വര ശ്രീരാമ പാഹി പാഹി പാഹിമാം പാഹിമാം. ഇനി അടുത്തത് ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഫലശ്രുതിയാണ്. ഇത് വായിക്കുകയും സ്മരിക്കുകയും ചെയ്താൽ എന്തെല്ലാം ഫലങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അധ്യാത്മരാമായണത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലാണ്, അതുകൊണ്ടാണ് ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. അത്യുത്തമോത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തമമാണ്, അത്യുത്തമമാണ്, അതിലും ഉത്തമമാണ്, അത്യുത്തമങ്ങളിൽ ഉത്തമമാണ്. മൃത്യുഞ്ജയ പ്രോക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു. മൃത്യുഞ്ജയം, മൃത്യുവിനെ ജയിക്കാൻ കഴിവുള്ളതാണിത്. അതുപോലെ അധ്യയനം ചെയ്യുന്നവർക്ക് മുക്തി ലഭിക്കും. പരസ്പരം മൈത്രീഭാവം ഉണ്ടാകും. മാത്രമല്ല ശത്രുനാശകരവുമാണ്. ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. സൗഖ്യത്തെ പ്രദാനം ചെയ്യും. സകലാഭീഷ്ടങ്ങളും സാധിക്കും. ഭക്തിയോടെ പഠിച്ചാലും പറഞ്ഞാലും സകല പാപങ്ങളിൽ നിന്നും മുക്തരാകും. ധനം ആഗ്രഹിക്കുന്നവന് ധനം ലഭിക്കും. പുത്രനെ ആഗ്രഹിച്ചാൽ സത്പുത്രനെ ലഭിക്കും. സർവരാലും ബഹുമാനിക്കപ്പെടും. വിദ്യാർത്ഥികൾ മഹാപണ്ഡിതന്മാരായി ഭവിക്കും. വന്ധ്യയായവൾ ജപിച്ചാൽ, ഭക്തിയോടെ പഠിച്ചാൽ സത്സന്താനം ഉണ്ടാകും നിശ്ചയം. ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കും. ദുഃഖിതനായവൻ സുഖിമാനായിത്തീരും. അതായത് ദുഃഖങ്ങളെല്ലാം അകന്ന് സുഖമുണ്ടാവുമെന്ന്. ഭീതിയുള്ളവൻ നിർഭയനായി വരും. രോഗിയായവർ രോഗമുക്തരായി ഭവിക്കും. അതുപോലെ ദുർഭൂതങ്ങളിൽ നിന്നുള്ള ബാധകളിൽ നിന്നൊന്നും പേടിയുണ്ടാവില്ല. ദേവന്മാരും പിതൃക്കളും പ്രസാദിക്കും. ഒരു വിധത്തിലുള്ള കൽമഷവും നമ്മെ സ്പർശിക്കില്ല. മാത്രമല്ല ധർമാർത്ഥ കാമമോക്ഷ ലാഭം ഉണ്ടാകും. പുരുഷാർത്ഥപ്രാപ്തി ഉണ്ടാകും എന്നർത്ഥം. ഈ അധ്യാത്മരാമായണം ശ്രീപരമേശ്വരൻ അദ്രിസുതയായ ശ്രീപാർവതീ ദേവിക്ക് ആദരപൂർവം ഉപദേശിച്ചതാണ്. ദിവസവും ഭക്തിപൂർവം പഠിക്കലും കേൾക്കലും സകലാഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നിങ്ങനെ പറഞ്ഞ് കിളിമകൾ ഭക്തിയോടെ പറഞ്ഞു നിർത്തി. കേട്ട് മാലോകരും സന്തുഷ്ടരായി തീർന്നു. നമ്മളെപ്പോലെയുള്ള മാലോകർ. അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. ഇത് അധ്യാത്മരാമായണത്തിൻ്റെ 1-ാം ഭാഗമേ തീർന്നുള്ളൂ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഇനി ഉത്തരരാമായണമുണ്ട്. ഈ ശ്രീരാമൻ ഇങ്ങനെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനിമാരൊക്കെ വരുന്നു. അവർ ഓരോ കഥകൾ ഇനിയും പറയുന്നതാണ്. രാക്ഷസൻ്റെ ഉൽപ്പത്തി മുതൽ അത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഉത്തരരാമായണത്തിൽ പറയുന്നത്. അധ്യാത്മരാമായണം പൊതുവേ രാമായണ മാസത്തിൽ ഇവിടെ വരെ വായിക്കാറുള്ളൂ എല്ലാവരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്ര പേജ് വെച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതെന്ന്. വായിക്കണമെങ്കിൽ എന്നും വായിക്കാവുന്ന ഗ്രന്ഥമാണ്. എന്നും വായിക്കുന്നതിന് ആ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട്. നിത്യവും പഠിക്കുകയോ ശ്രവിക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ സർവാഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നാണ്. ഒരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്താണെന്ന് വെച്ചാൽ സർവാഭീഷ്ടങ്ങളും സാധിക്കും. നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാകും. നല്ല കാര്യങ്ങളെ മനസ്സിൽ വരൂ. അത് നിശ്ചയമാണല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്മയും സമാധാനവും നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.